ഹായ് ഗായ്സ്, എന്തെല്ലാം നമുക്കൊന്നൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയല്ലോ. എൻ്റെ മോനെ സ്മെല്ല്. ഞാനെന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ കല്യാണമൊക്കെ ആകുമ്പോൾ സരിക്കാര ആഘോഷങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് എന്താണ് ബിരിയാണിയാണ്. ബിരിയാണി വരും. കല്യാണം ആഘോഷം നടന്നാലും അവസാനം ബാക്കിയാവുന്ന ഒരൊറ്റ ചോദ്യമുള്ളൂ, എന്തേക്കാരോ എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി നന്നായാലും കല്യാണം റെഡി. വേറെ എന്തില്ലെങ്കിലും കല്യാണോടെ കുഴപ്പമില്ല. ബിരിയാണി സെറ്റായ കല്യാണം സെറ്റായില്ലേ? അങ്ങനെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വേഗം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പുറത്തന്നെ കുക്കറൊക്കെ വെച്ചിരുന്നേ. ഞാനെന്ന് എന്തുണ്ടാക്കാൻ അറിയോ? എഗ് ബിരിയാണി ഉണ്ടാക്കാനാണ് പോകുന്നത്. ചിക്കൻ ബിരിയാണി നമ്മൾ ഓൾമോസ്റ്റ് എപ്പോഴും ഞാൻ ഒരു തട്ടിക്കൂട്ട് എഗ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാനാണ് കാണിച്ചു തരാൻ പോകുന്നത്. തട്ടിക്കൂട്ട് പറഞ്ഞാൽ നമുക്കിപ്പം ഇങ്ങനത്തുള്ള കഴിയുള്ളൂ. ഇവിടെ ചെന്നൈയിലായിപ്പോയില്ല. ചെന്നൈയിൽ അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അരി വരെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയാണ്. നമ്മൾ ഇവിടുത്തെ അരിയൊന്നും നമുക്ക് സെറ്റാവില്ല. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരി ഞാനിപ്പോൾ എല്ലാവർക്കും ഉണ്ടാകാൻ അറിയണ പോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഗായ്സ്. മസ്റ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയെങ്കിൽ പിന്നെ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്കും ചെയ്യുക, ഫോളോയും ചെയ്യണേ, കൂടണേ. അങ്ങനെ ഉള്ളിയും തക്കാളി ഞാൻ ഫസ്റ്റ് എന്താ അറിയാം, ഓൾ സ്പൈസസൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നായിട്ടിട്ട് മിക്സ് ചെയ്ത് നല്ലോണം വാട്ടി ഉപ്പിട്ട് ഒക്കെ ചെയ്ത് ഒരു ചെറിയ പാട്ട പാടിയൊക്കെ ഇത്. അങ്ങനെയൊക്കെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക്. അങ്ങനത്തൊക്കെ നല്ലോണം ഇട്ട് മൂടി വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെ കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇട്ട് പിന്നെ അതാ മഞ്ഞപ്പൊടി ഇടണേ, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി വന്നേ, ഗരം മസാല വന്നേ, ചിക്കൻ മസാല ഇട്ട് ബിരിയാണി മസാല ഇട്ട് ചിക്കൻ ഇരിക്കാൻ ചിക്കൻ്റെ ഒരു ചെറിയ ചൂടുണ്ടായിക്കോട്ടെ കഴിച്ചാണ്ട് ചിക്കൻ മസാല ഇട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കൊക്കെ ബിരിയാണി ഇഷ്ടമുണ്ട്, ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ എഗ്ഗ് ഇട്ടുകൊണ്ട് ഒരു വിസിൽ വരെ വിസിൽ വരുത്തി. ഞാൻ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. അതിൽ ഒരു 4 കപ്പാണ് നമുക്ക്. 2 അരിക്ക് 4 കപ്പാണ് വേണ്ടത്. എന്തൊക്കെയാണ് ഇത് തൊഴിലൊന്നും കിട്ടുമ്പോൾ എല്ലാം പഠിച്ചോനെ എന്തൊക്കെ പറയണത്. എന്തായാലും പോട്ടെ. ആ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അതിൽ ഞാൻ 4 ഗ്ലാസ് വെള്ളം വേണം. അതിൽ ഫസ്റ്റ് ഞാൻ ഒരു വിസിൽ വരുത്തിയില്ലേ, അതിന് ഞാൻ ആ 4 കപ്പിൽ നിന്ന് 1 കപ്പ് വെള്ളം ഒഴിച്ച് ബാക്കി 3 കപ്പ് ഉണ്ടാവും. അത് ഒഴിച്ച് അരിയിട്ട് അതിൻ്റെ മേലെ തിരി മല്ലിപ്പൊടിയും മല്ലിയും പിന്നെ നെയ്യൊക്കെ ഇട്ട് വെച്ച് സെറ്റായി. ബിരിയാണി സെറ്റായി. പിന്നെ അപ്പുറത്ത് അതിൽ പപ്പടം വേണമല്ലോ. ബിരിയാണിക്ക് പപ്പടം മസ്റ്റാണ്. പപ്പടം ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പപ്പടവും ഞാൻ ആദ്യം ചൂടായിക്കണമെന്ന് അറിയാനും വേണ്ടി ഒന്നിട്ടേക്ക് 1-2 പപ്പടം പൊരിക്കും പറഞ്ഞയാളല്ല, കൈമക്കൊക്കെ തുടച്ചോ, സ്വാഭാവികം. അങ്ങനെ പപ്പടവും സെറ്റായി. അതിൻ്റെ കൂടെ പപ്പടവും അച്ചാറും മോനെ അതും മാറ്റി. പിന്നെന്താ ഞാൻ ബിരിയാണി സെറ്റായതിൻ്റെ ശേഷം ഒന്നെടുത്ത് താഴ്ചയാണ്. കൈയൊക്കെ പൊള്ളുന്നുണ്ട്, എന്നാലും വേണ്ടിയില്ല.